പാലക്കാട് പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടൊരു സംഭവം, ആ സംഭവത്തെ ഒരു വലിയ ബോംബാണ് എന്ന് കരുതിക്കൊണ്ട് ഇന്നലെ പത്രക്കാരോട് പറയുകയും ഇന്ന് രാവിലെ വാർത്തയാക്കുകയും ചെയ്യുമ്പോൾ സ്വയം പരിഹാസ്യനായത് പ്രതിപക്ഷ നേതാവാണ് എന്ന് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സ്വയം പരിഹാസ്യനാക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നുകൊണ്ട് വിഡ്ഢിവേഷം കെട്ടി സ്വയം പരിഹാസ്യനാകാൻ പോലും മടി കാണിക്കാത്ത രീതിയിൽ എന്തിനാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്, ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിൽ ഉയരുന്നത്. ഈ ചോദ്യം ഞങ്ങൾ മാത്രം ഉയർത്തുന്ന ചോദ്യമല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകന്മാരുടെയും ചോദ്യമാണ്. KPCC പ്രസിഡന്റിനില്ലാത്ത വേവലാതി, മുൻ KPCC പ്രസിഡന്റുമാർക്ക് ആർക്കുമില്ലാത്ത വേവലാതി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നുമില്ലാത്ത വേവലാതി, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളോ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്കോ ഒന്നുമില്ലാത്ത വേവലാതി. എന്തിനാണ് വി ഡി സതീശന് മാത്രം? അവരാരും രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കാൻ തയ്യാറായതായി നമ്മളാരും കാണുന്നില്ല. കാരണം അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമല്ല അദ്ദേഹത്തിനായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആർക്കും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും മനുഷ്യത്വമുള്ള ഒരാൾക്കും അയാളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയില്ല, അയാളെ ചേർത്ത് നിർത്താനും കഴിയില്ല, അയാളെ ന്യായീകരിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായിട്ട് പോലും രംഗത്ത് വരാത്തത്. അതിന് കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെ അവർക്കാർക്കും കഴിയാത്തൊരു കാര്യം, അവർക്കാർക്കും ഒരു വേവലാതി ഇല്ലാത്ത കാര്യം, അവർക്കാർക്കും ഒരു പ്രശ്നമില്ലാത്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മാത്രം എന്താണ് വേവലാതി? ഇതിന് അദ്ദേഹം ഉത്തരം പറയണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വി ഡി സതീശൻ തുറത്തു പറയണം. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മാനറിസങ്ങൾ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ വേവലാതി കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ.